വി ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. സെക്രട്ടറിമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം ജോയിക്ക് മാത്രമായി തിരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ പോലും മാറി നിന്നതാണെന്നും ഇത് ശരിയായ രീതിയല്ലെന്നും കമ്മിറ്റിയിൽ കരമന ഹരി വിമർശിച്ചു. സെക്രട്ടറി പദം ആരുടെയും അട്ടിപ്പേർ അവകാശമല്ലെന്നും വിമർശനമുണ്ടായി. മുസ്ലിം ആയതുകൊണ്ടല്ല റഹീമിനെ സെക്രട്ടറി ആക്കിയതെന്ന് MP ഗോവിന്ദൻ പറഞ്ഞു. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അരുണ്, ജോയി സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് ഒരുപക്ഷെ നമുക്കറിയാൻ അപ്രതീക്ഷിത തീരുമാനമായിരുന്നു. സെക്രട്ടറിമാർ മത്സരിക്കേണ്ട എന്ന മാനദണ്ഡം ലംഘിച്ചു എന്ന ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ജില്ലാ കമ്മിറ്റിയിൽ വലിയ പൊട്ടിത്തെറിയായി മാറിയിരിക്കുകയാണോ? സംസ്ഥാന സമിതി അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക ജില്ലകളിൽ ചർച്ച ചെയ്യണം. അതിനുവേണ്ടിയാണെന്ന് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചേർന്നത്. അതിനൊപ്പം തന്നെ വി ജോയി വർക്കലയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ പകരം ആക്ടിംഗ് സെക്രട്ടറിയായി റഹീമിനെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുത്തിരുന്നു. അതിന് ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയും വേണം. അതിനുവേണ്ടി ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് കരമന ഹരി രൂക്ഷ വിമർശനം വി ജോയിക്കെതിരെയും ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയും ഉന്നയിച്ചത്. ഹരി പ്രധാനമായും പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സെക്രട്ടറിമാർ മാറി നിൽക്കണം. അവിടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ ജില്ലാ സെക്രട്ടറിമാർ വരെയുള്ളവർ പലരും മാറി നിന്നു. ഏരിയ സെക്രട്ടറിമാർ വരെയുള്ള പലരും മാറി നിന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ ഇവിടെ ആ തീരുമാനമെടുത്ത കമ്മിറ്റിയിലെത്തുമ്പോൾ ജോയിയെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുക്കുക. അതായത് ജോയി ജില്ലാ സെക്രട്ടറി പദത്തിലിരുന്നു കൊണ്ട് വീണ്ടും മത്സരിക്കുന്നു. നേരത്തെ വർക്കലയിൽ സമാനമായി വി ജോയി മത്സരിച്ചിരുന്നു. അതിന് പിന്നാലെ അന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തൽക്കാലത്തേക്ക് മാറി നിന്നു. പിന്നീട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മറ്റാരെയും മത്സരിപ്പിക്കാനില്ലേ? എത്രയോ പ്രവർത്തകർ താഴെ മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഒരാളെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? എന്തിന് ജോയിയെ തന്നെ പരിഗണിച്ചു എന്ന ചോദ്യമാണ് കരമന ഹരി ഉന്നയിച്ചത്. സെക്രട്ടറി പദം ആരുടെയും അട്ടിപ്പേർ അവകാശമല്ലെന്ന് കൂടി കരമന ഹരി പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കിയത് റഹീമിനെ ജില്ലാ സെക്രട്ടറി ആക്കിയത് സെക്രട്ടറി സുബൽ നൽകിയത് നന്നായി. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് തിരുവനന്തപുരത്തെ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരുമില്ല. റഹീം വരുമ്പോൾ സ്വാഭാവികമായും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും. ഇതിന് നേരത്തെ ഈ ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ മറുപടി വരാതിരുന്ന MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ഈ വിമർശനത്തിന് അല്ലെങ്കിൽ ഈ അഭിനന്ദനത്തിന് മറുപടി നൽകി. അതായത് റഹീമിനെ സെക്രട്ടറി ആക്കിയത് മുസ്ലിം ആയതുകൊണ്ടല്ല, അങ്ങനെ ആർക്കും വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളതല്ല CPM-ന്റെ സെക്രട്ടറി പദം. മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനോ നോക്കിയല്ല സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന സമിതിയിൽ നിന്ന് പിന്നീട് ഒഴിവുള്ള രണ്ടുപേർ റഹീമും TN സീമയുമാണ്. തിരഞ്ഞെടുപ്പാണ്. ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരാളെ സെക്രട്ടറി ആക്കിയെന്ന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിൽ സാമുദായികമായോ മതപരമായോ പരിവേഷം നൽകേണ്ട എന്ന ഒരു മറുപടി കൂടി MP ഗോവിന്ദൻ നൽകി. പക്ഷേ ജോയിയെ എന്തിനെ സെക്രട്ടറി ആക്കി, സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി വർക്കലെ മത്സരിപ്പിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു പോയത് മറ്റാരും മത്സരിക്കാനില്ല ഇവിടെ നിന്ന്, അതുകൊണ്ടാണ് ഈ 10 പേരെയും തിരുവനന്തപുരത്ത് 10 പേരെയും സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നതെന്ന് കൂടി MP ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വ്യക്തമാക്കി. രഞ്ജിത്ത്, വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലും പ്രതിഷേധം തുടർന്ന സുധാകരൻ. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണമെന്ന ആവശ്യം സുധാകരൻ നിരാകരിച്ചു. പലകുറി അപമാനിതനായപ്പോൾ എവിടെയായിരുന്നുവെന്ന് സുധാകരൻ ചോദിച്ചുവെന്നാണ് അറിവ്. ശരണ്യ സ്നേഹൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, സുധാകരൻ രണ്ടും കൽപ്പിച്ചാണോ തുടർച്ചയായുള്ള അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്നുള്ളത് എന്തിൻ്റെ സൂചനയാണ്? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മനസ്സ് തുറക്കുന്നുണ്ടോ നേതാവ്? രഞ്ജിത്ത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങൾക്കടക്കം മറുപടി നൽകാതെ മൗനം പാലിക്കുകയാണ് സുധാകരൻ. അദ്ദേഹത്തിന്റെ ഒരു കടുത്ത മൗനം തന്നെ അത്തരം ഒരു തീരുമാനത്തിൽ ആണ് എന്നുള്ള സൂചനകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് R നാസറും ഒപ്പം സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. മെമ്പർഷിപ്പ് പുതുക്കണമെന്ന നാസർ സുധാകരനോട് ആവശ്യപ്പെട്ടു. പക്ഷേ എന്നാൽ അത് നിരാകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷം MABB അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും മറ്റ് ആരും തന്നെ, അതായത് MABB അടക്കമുള്ള നേതാക്കന്മാരും തന്നെ അദ്ദേഹവുമായി നേരിട്ട് ഫോണിലോ മറ്റോ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗവും ആയ CS സുജാതയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ ജില്ലാ സെക്രട്ടറി അംഗം N ഹരിശങ്കറുമാണ് വീട്ടിലെത്തി കണ്ടത്. പക്ഷേ അതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് സുധാകരൻ കടുത്ത നിലപാടിൽ തന്നെയാണ് എന്നുള്ളതാണ്. മെമ്പർഷിപ്പ് പുതുക്കണമെന്ന ആവശ്യം നിരാകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന, അവരുടെ അഭ്യർത്ഥന നിരാകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല ഇതിനു മുൻപ് ഓരോ വട്ടവും അപമാനിക്കപ്പെട്ടപ്പോൾ എവിടെയായിരുന്നു, താൻ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ എവിടെയായിരുന്നു എന്നുള്ള മറു ചോദ്യം കൂടി സുധാകരൻ ഉന്നയിച്ചു. കൂടുതൽ മറുപടികൾ പറയാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനോ അവരോട് സംസാരിക്കാനോ തയ്യാറായില്ല എന്നുള്ള വിവരമാണ്. അതായത് കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് സുധാകരൻ എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ
മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്ന വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് ജി സുധാകരൻ. പക്ഷേ അതിനും കൂട്ടാക്കുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി പ്രതികരിക്കുന്നില്ല എന്ന് പറയാൻ പോലും അദ്ദേഹം പുറത്തേക്ക് വരുന്നില്ല. ആ രീതിയിലുള്ള ഒരു ശൈലിയിലാണ് ഈ വിഷയം പോകുന്നത്. അതായത് സാധാരണ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു കടുത്ത നിലപാടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. രഞ്ജിത്ത്, ശരണ്യ വിവരങ്ങൾ പങ്കുവച്ചു. CPM-ൽ നിന്ന് പുറത്താക്കിയ PK ശശിക്കെതിരെ പാലക്കാട് പാർട്ടി നേതാക്കൾ രംഗത്ത്. തനിക്കെതിരായ വ്യക്തിപരമായ ആരോപണങ്ങളിൽ ശശിക്കെതിരെ പാർട്ടി നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. ആരോപണം ഉന്നയിച്ചവർ തെളിവുകൾ പുറത്തുവിടണം. PK കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും VD സതീശനും ശശിയുടെ തീവ്രത അളക്കട്ടെ എന്നും സുരേഷ് ബാബു പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയിലെ ഓരോ സഖാക്കളെയും അതാത് സമയങ്ങളിൽ തെറ്റ് തിരുത്തിക്കാനുള്ള നടപടി എല്ലാ കാലത്തും സ്വീകരിക്കാറുണ്ട്. അതിന് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കറക്റ്റ് ചെയ്യാനാണ്, സഖാക്കളെ കറക്റ്റ് ചെയ്യാനാണ് നടപടി സ്വീകരിക്കുന്നത്. കറക്റ്റാക്കാത്തവർക്ക് ഇന്നലെ ശശിക്കുള്ള ഒരു ഗതിയായിരിക്കും ഉണ്ടാവുക. ഇപ്പം ശശിയെ ഏറ്റവും അവസാനം വരെ ഞങ്ങൾ തിരുത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പലരും ചോദിച്ചല്ലോ ഇത്ര കാലം എന്താ നടപടിയെടുക്കാത്തതെന്നൊക്കെ. അപ്പം ഞങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്വയം നശിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ വാശിയിൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ പോയാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അയാൾ എന്താ പറയുക കാവ്യനീതി ഉണ്ടല്ലോ, അത് അനുഭവിച്ചേ മതിയാവും. പാർട്ടിയിൽ ഇത്ര ലാളനയും പിന്തുണയും അവസരവും കിട്ടിയ മറ്റൊരു നേതാവ് ജില്ലയിൽ ഉണ്ടായിട്ടില്ലെന്നും അമിതമായ ലാളന കൊണ്ടാകും പാർട്ടിക്കെതിരെ തിരിഞ്ഞതെന്നുമായിരുന്നു NN കൃഷ്ണദാസിന്റെ വിമർശനം. ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഈ ജില്ലയിലെ നേതാക്കളിൽ ഒരാൾ PK ശശിയാണ്. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിയുടെ പരാതികൾ ഉണ്ടാവും. പാർട്ടിക്ക് പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അവധാനതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമീപിച്ചത്. അപ്പോൾ വീണ്ടും ഞാനതാ പറയണം, ഇത്ര അധികം പിന്തുണയിൽ ആളനി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവില്ല. അമിതമായ ലാളിന് കിട്ടിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശശി പിന്നീട് പാർട്ടിക്കെതിരായി മാറാൻ ഇടവന്നത് എന്ന് കരുതേണ്ടി വരും. ഇത്ര അധികം ലാളിന് കിട്ടിയ ഒരു നേതാവ് പാലക്കാട് ജില്ലയിൽ. ശശി പുറത്തായതോടെ സ്ത്രീകൾക്ക് ധൈര്യമായി പാർട്ടി ഓഫീസിലേക്ക് വരാമെന്നായിരുന്നു മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയുടെ പ്രതികരണം. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ PK ശശി എന്നൊരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രം തറവാട്ടിൽ പറഞ്ഞ ഒറ്റ സ്ത്രീകൾ ഇതിനകത്തേക്ക് കാലുകുത്തില്ല. പേടിയാണ്, ഭയാണ്. എത്ര വനിതകൾ, അവരെല്ലാം ലോക്കൽ കമ്മിറ്റികൾ വർക്ക് ചെയ്യും. മണ്ണാർക്കാട്ടേക്ക് ഒരു പരിപാടിക്ക് പോകാൻ പറഞ്ഞ ഒറ്റ സ്ത്രീകൾ പോവില്ല. ഇവിടെയുള്ള ആളുകളുടെ സ്വഭാവം അതായതുകൊണ്ടാണല്ലോ, മുൻകാല അനുഭവങ്ങളുണ്ട്. ഇനി അവർക്കൊക്കെ ധൈര്യസമേതം ഈ ഓഫീസിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യമാണ് ഇന്ന് ഒരുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഏറെ സന്തോഷവാന്മാരാണ്. വലിയ സംതൃപ്തി ഞങ്ങൾക്കുണ്ട്, ആവേശം ഞങ്ങൾക്കുണ്ട്. വരും കാലങ്ങളിൽ മണ്ണാർക്കാട്ട് CPIM-ന്റെ പ്രവർത്തനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.